സിൽക്കി കോട്ട സാരീസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ സാരീസൊക്കെ വന്നിട്ടുള്ളത്. ഒരു ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് 4 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എല്ലാം നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള കളർ പാലറ്റും കൂടെയാണ്. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്, ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ്. ബോഡിയിൽ നോക്കുവാണെങ്കിൽ സ്കാറ്റേഡ് ആയിട്ടൊരു മിഷൻ എംബ്രോയിഡറിയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പറിലും ലോവറിലും നോക്കുവാണെങ്കിൽ ലോവർ പോർഷനിൽ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മിഷൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു ലോവർ പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ തിന്നായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു ലേസ് ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിലും സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് നമുക്ക് ഫുള്ളായിട്ട് പോയിട്ടുള്ളത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിക്കാണ് ഈ ഒരു സാരീസൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ്. സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് പല്ലു ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഫുള്ളി ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്, ഫ്ലവറിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു സ്ലീവ്സിൻ്റെ പോർഷനിലത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹാഫ് സ്ലീവ് ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ഓൺ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കളറാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് നമുക്ക് പേളിൻ്റെ ജ്വൽസൊക്കെ ഇട്ട് പെയർ ചെയ്തിടുവാണെങ്കിൽ നല്ലൊരു മിനിമൽ ലുക്ക് കിട്ടും. ആൻഡ് ഇതിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വിത്ത് മിഷൻ എംബ്രോയിഡറി ആൻഡ് ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ഇതാണ്. ആൻഡ് ലാസ്റ്റ് ഓൺ വന്നിരിക്കുന്നത് ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിലും ഓവറോൾ ആ ഒരു സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് പല്ലു, ബ്ലൗസ് പീസിന് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് കുഞ്ഞു ആ ഒരു ഫ്ലവേഴ്സിൻ്റെ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിലും ബോർഡറിൽ നമുക്ക് അപ്പറിലും തിന്നായിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് ലോവർ പോർഷനിൽ കുറച്ചൊന്ന് ബ്രോഡായിട്ട് ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് BLD 1285 എന്ന കോഡിൽ 3223 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക്, നമുക്കൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കല്യാണത്തിന് കുറച്ച് സിമ്പിളായിട്ട് എന്നാൽ റിച്ച് ലുക്ക്, നല്ലൊരു എലഗൻറ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഷെയ്ഡ്സൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എല്ലാം ഒരു ഡാർക്ക് പാലറ്റിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു സറിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആൻഡ് അപ്പറിലും ലോവറിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. ഒരു ഗോബിയുടെ ഒക്കെ ഒരു വീവിങ് പാറ്റേൺ ആണ് നമുക്ക് കുഞ്ഞു പാറ്റേൺസിൽ ഒരു വീവിങ് സ്റ്റൈൽ വന്നിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ടല്ല സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ പാറ്റേണിൽ ഒരു ഗോൾഡൻ സറിയുടെ ഒരു വീവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആൻഡ് സിമ്പിളായിട്ട് നിൽക്കുന്ന ആ ഒരു പല്ലുവിൻ്റെ പോർഷൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു രീതിക്കാണ്. പ്ലീറ്റ്സ് എടുത്താണെങ്കിലും അല്ല ഓൺ ലെയർ ഇടുവാനാണെങ്കിലും നല്ലപോലെ കംഫർട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക്കും കൂടെയാണ്. ഫാബ്രിക് വരുന്നത് ബനാറസി മഷ്റൂം സിൽക്കിലാണ് ഈ ഒരു സാരി നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഷിഹാന ആദ്യമേ വന്ന് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ലപോലെ ചേരുന്നുണ്ടെന്നും പറഞ്ഞ് ഷിഹാന എടുത്ത് ഡ്രേപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വരും കേട്ടോ. കണ്ടോ, ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു സാരി നമുക്ക് ഉടുക്കാനും നല്ലപോലെ കംഫർട്ടായിട്ട് നിൽക്കുന്ന ആ ഒരു സാരിയും കൂടെയാണ്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ അതെ ഡാർക്ക് ബർഗണ്ടി ഷെയ്ഡാണ്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഉടുക്കാനാണെങ്കിലും കണ്ടോ നല്ല പോലെ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു സാരിയും കൂടെയാണ്. എന്നെ ഇഷ്ടപ്പെട്ടോ? ശരിയാണ്, നമുക്ക് ബാക്കി 2 കളേഴ്സും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് പിങ്ക് ആൻഡ് റെഡ് ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ്. ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പിങ്ക് ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷനിലാണ്. നല്ലൊരു ഗോൾഡൻ ജ്വൽസിൻ്റെ കൂടെയൊക്കെ നമ്മൾ പെയർ ചെയ്തിടുവാണെങ്കിൽ നല്ലൊരു മിനിമൽ ലുക്ക് നമുക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം ആയിട്ട് ആ ഒരു ഫാബ്രിക്കിൽ തന്നെ നമുക്ക്
പല്ലുവിൻ്റെ പോർഷനിൽ വരുന്ന ആ ഒരു സെയിം ഫ്ലവറിൻ്റെ ഒരു ലീഫിൻ്റെയും പാറ്റേൺ ആണ് സാരിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസ് പീസ് ഡിഫറൻസ് ഉണ്ട്. ഇതിൽ വന്നിട്ടുള്ളത് സോളിഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അതെ, ഓരോ സാരിയിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ഒരു ബ്ലൗസ് പീസിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് സോളിഡ് ആയിട്ടാണ് ഒരു സാരിയിൽ വന്നിരിക്കുന്ന സെയിം ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ ബ്ലൗസിൽ വരുന്നുണ്ട്. അതെ, മാരേജിനൊക്കെ ആണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനും കൂടെയാണ് കേട്ടോ. അതെ, ഇതിൻ്റെയുള്ളത് ഈ ഒരു 4 ഷെയ്ഡിലാണ്. ആൻഡ് ഇതിന്റെ കോഡ് വന്നിട്ടുള്ളത് NN 307 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 3399 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. ഒരു മിനിറ്റ് കൂടെ, ആക്ച്വലി ഞാൻ സാരി തിരിച്ചാണ് ഡ്രേപ്പ് ചെയ്തത്. എല്ലാത്തിലും നമുക്ക് ബ്ലൗസ് പീസ് സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും ഒരു വർക്ക് വെയർ കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടെയാണ് കേട്ടോ. ആൻഡ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് തന്നെയാണ്. നമുക്ക് ടോപ്പ് വന്നിട്ടുള്ളത് റയോണിലാണ്, സെമി സിൽക്കിലാണ് ദുപ്പട്ടയും ആൻഡ് ബോട്ടവും വന്നിട്ടുള്ളത്. ഫുൾ നമുക്ക് ടോപ്പിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതും ഒരു ഫ്ലോറലിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഒത്തിരി വൈഡ് അല്ലാത്ത ഒരു വി നെക്ക് പ്ലേസ് ചെയ്തിട്ട് അതിനുള്ളിൽ ഹൈലൈറ്റ് ചെയ്ത് കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് ഒരു ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്ത് ഭയങ്കര രസമുള്ളൊരു വർക്കാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ളത് സെമി സിൽക്കിലാണ്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്കൊരു സെറിയുടെ തന്നെ വീവിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദുപ്പട്ടയിൽ സെറിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്രെഡ് വീവിങ്ങും കൂടെ വരുന്നുണ്ട്. അതിന് ഹൈലൈറ്റ് ചെയ്ത് കുഞ്ഞ് സ്വീക്വൻസി വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെമി സിൽക്കിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. ബോട്ടം സ്ട്രൈറ്റ് ബോട്ടം വിത്ത് പോക്കറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇത് കൂടാണ്ട് നെക്സ്റ്റ് ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത്. നല്ലൊരു ഡാർക്ക് ബർഗണ്ടി ടൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ യോക്ക് പോർഷൻ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒത്തിരി വൈഡല്ലാത്തൊരു വി നെക്കിനുള്ളിൽ തന്നെ കട്ട് ബീഡ്സിൻ്റെയും റിയൽ അല്ലാത്ത മിറേഴ്സിൻ്റെയും സർദൂസിൻ്റെയും ഒക്കെ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവ്സ് ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ടോപ്പിൽ വന്നിട്ടുള്ളത്. ടോപ്പ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ്. ഇതിൽ ഫുൾ ഫ്ലോറിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെമി സിൽക്കിൽ വന്നിട്ടുള്ള സ്ട്രൈറ്റ് ബോട്ടം സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെമി സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ഫുൾ നമുക്കൊരു ഗോൾഡൻ ജെറിയുടെ ഒരു വീവിങ് പാറ്റേൺ കൊടുത്ത് ദുപ്പട്ട ടോട്ടലി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ലുക്ക്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് PIR 148 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 1799 ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസും കൂടിയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.